Ready? Hi friends. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? How was your exam? Tough ആയിരുന്നോ? ആരെങ്കിലും ആൻസർ ചെയ്യോ? പറയൂ. Somewhat. എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻസ്? കാരണം ഏത് പരീക്ഷയ്ക്കും ക്വസ്റ്റ്യൻസ് അങ്ങനെയായിരിക്കും. ആവറേജ് ഉണ്ടാവും, ഈസി ഉണ്ടാവും, ഡിഫിക്കൽട്ട് ഉണ്ടാവും. ഈസി, ആവറേജ്, ഡിഫിക്കൽട്ട്, ഈ ഇൻഡെക്സിലായിരിക്കും എല്ലാ പരീക്ഷയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. കേൾക്കാമോ? നമ്മൾ ആൻസർ ചെയ്യാൻ പോവാണ്. ഓക്കെ. യെസ്, കേൾക്കാമോ? ടഫായിരുന്നോ ജിനി? ഓക്കെ, ടഫായിരുന്നോ? നോക്കാം. ആയിക്കോട്ടെ. ഒന്ന് ഗുഡ് മോർണിംഗ് ടു ആൾ. വെരി ഗുഡ് മോർണിംഗ് ടു ആൾ. നോക്കാം നിങ്ങൾ. ജി കെ ടഫായിരുന്നില്ലേ? നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് ആണ്. ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്. ഇൻകറക്റ്റ് ഏതാണ് എന്നാ ചോദിക്കുന്നത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്കറിയാം ഏതാണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഏതാണ് നിങ്ങൾക്കറിയാം. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് മലബാർ റെബലിൻ ഓൾസോ ബ്രോക്ക് ഔട്ട് ഇൻ 1921. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. The first planned direct attack during Malabar Rebellion was held at Pukotur. Correct ആണ്. The above conference was the first All Kerala Provincial Conference conducted Mancheri in 1921. ഇത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. It was at ഒറ്റപ്പാലം കോൺഫറൻസ് ആണ്. കണ്ടോ? അതായത് above conference prepared over T. പ്രകാശം കറക്റ്റ് ആണ്. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് എ ഈസ് ദ ആൻസർ. എ ആണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇതാർക്കും എന്താണ്? ദ പോർട്ടൽ സ്റ്റാർട്ടഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ടു ഗെറ്റ് ദ സർവീസസ് പ്രൊസീഡിങ്സ് ഓഫ് ഗ്രാമപഞ്ചായത്ത് ടു പബ്ലിക്. നമുക്കറിയാം എന്താണ് സിറ്റിസൺ പോർട്ടൽ. റൈറ്റ്, സിറ്റിസൺ പോർട്ടൽ. രണ്ട് ചോദ്യങ്ങൾ. അതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എ, മറ്റേത് ബി ആണ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കുന്നത്. ഇൻ വിച്ച് ഇയർ കോവിഡ് വാക്സിൻ സ്റ്റാർട്ട് ഇൻ ഇന്ത്യ? 2021 ജാനുവരി 16 ആണ് കോവിഡ് വാക്സിൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. കേട്ടല്ലേ? വിച്ച് കൺട്രി ഈസ് ഹോസ്റ്റിംഗ് 2026 കോമൺ ഗെയിംസ്? സ്കോട്ട്ലൻഡ് ആണ്. സ്കോട്ട്ലൻഡ്. റൈറ്റ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ലേറ്റസ്റ്റ് സ്പേസ് മിഷൻ launched by ISRO Aditya L1? You know. Which of the following statement is incorrect about Renaissance? Historians use the term to describe cultural changes of Europe from 19th century. The historian who emphasized these most was Jacob Burckhardt. By birth, he was a German. He was son of German historian von Ranke. ഈ സ്റ്റേറ്റ്മെന്റിൽ ആറാമത്തെ ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓൺലി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? വിച്ച് വൺ ഈസ് ഇൻകറക്റ്റ്? ഓൺലി സി ആണ് കറക്റ്റ്. ബൈ ബർത്ത് ഹി വാസ് എ ജർമ്മൻ. ഇതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ബൈ ബർത്ത് ഹി വാസ് എ ജർമ്മൻ. അതാണ്. ഹിസ്റ്റോറിയൻസ് emphasized Jacob Burckhardt. He was not a German. Next question. Which of the following statement is incorrect about Renaissance? Which of the following statement is incorrect about Renaissance women? Cassandra Fidel. Which of the following statement are incorrect about Cassandra Fidel? Cassandra Fidel questioned idea that women were incapable of. ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. Cassandra Fidel questioned the idea that women were capable of achieving the qualities of humanist scholar. Correct statement ആണത്. And this statement, she was invited to orations at the University of Bologna. ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഷീ ക്രിറ്റിസൈസ് പബ്ലിക്, ഇത് ശരിയല്ല. ഷീ ബിലോങ് ടു ഫ്ലോറൻസ് ശരിയല്ല. അപ്പോൾ ഇതിൽ ആൻസർ വേണ്ടത് 1 and 2 ആണ് കറക്റ്റ്. ഇവിടെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. ആൻഡ് സോ ഇറ്റ് മസ്റ്റ് ബി ദ ആൻസർ. ഇത് 7th ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ്. ഓൺലി 2 ആൻസർ ശരിയായിരിക്കും. 1 and 2 ആണ് കറക്റ്റ്.
അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, അത് ആ ക്വസ്റ്റ്യനിലൊരു കുഴപ്പമുണ്ട്. ഒന്നുകിൽ എക്കും ബിക്കും ആൻസർ കിട്ടാം. അതാണ് ക്വസ്റ്റ്യൻ. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ 2 incorrect statements about Reformation movement in Christianity. In 1516 ഇതാണ്, in 1616 ഇതാണ് about incorrect statement ആണ്. A German monk called Martin Luther launched a campaign against the Catholic Church. We find the incorrect statements. The movement is also known as Protestant Reformation. Switzerland Luther's ideas were proposed by Ulrich Zwingli. In Spain, Ignatius Loyola set up the Society of Jesus in 1541. അതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? Which statement is correct? Which statement, 2 statements incorrect is only 1 and 4 ആണ് ആൻസർ. Only 1 and 4. Then, next question നോക്കുക. 9th question. Which of the following statement is incorrect? British India Company introduced permanent settlement in Bengal in 1793. അതാണ് ഇൻകറക്റ്റ് ആണ്. ഏതാണ് കറക്റ്റ് ആണത്? മഹാരാജ മെഹ്തബ് ചന്ദ് വാസ് രാജ ഓഫ് ബംഗാൾ ഇൻ 1793. അതൊരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. മഹാരാജ മെഹ്തബ് ചന്ദ് ഹെൽപ് ബ്രിട്ടീഷ് ഡ്യൂറിംഗ് ദ സന്താൾ റെബല്യൻ. ചാൾസ് കോൺവാലിസ് ഫോർ ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ പെർമനന്റ് സെറ്റിൽമെന്റ് ഇൻട്രൊഡ്യൂസ്. ഇത് കറക്റ്റ് ആണ്. ദിസ് ഈസ് ദ ഓൺലി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓൺലി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ബി ആണ്. Identify the person mentioned in the statements. He lived in large village of Pargana Baraut in Uttar Pradesh. He belonged to a clan of Jat cultivators. He mobilized the headmen and cultivators against the British. He was killed in battle in 1857. Danka, Shamal. Answer is Shamal. Yes. Then 11th question നോക്കുക. Find out the person who delivered the following. There is no salvation for India unless you strip yourself this jewelry and hold it on trust on your countrymen, who is none other than Mahatma Gandhi. ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. The following statement is derived by Mahatma Gandhi. Identify the publication in which it was published. Qadar does not seek to destroy all machinery, but it does regulate, check its weedy growth. Arya? Young India. Young India is the answer. Then, 13th question. In which international congress the following resolutions were passed? Jawaharlal Nehru was elected as the President of India National Congress. Proclamation of Purna Swaraj. Then decided to celebrate 26th January Independence Day. You know that. അത് എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ലാഹോർ കോൺഗ്രസ് സെഷൻ ആണ്. ലാഹോർ. ഓക്കെ. Then, which of the following statement is correct? Wavell Plan was introduced in 1945 July. Correct statement ആണ്. Cabinet mission reached in India in 1946 March. Muslim League called for direction in 46 August. Mountbatten announced plan for dividing India in 47 August 15. Which statement is correct? 2 and 3. Answer is C is the answer. 2 and 3 is the answer. Then, although the rebel Parsharaja was one of the natural chieftains of the country, and he might be considered on that account rather than foreign enemy, who made such statement? You know that Arana Thomas Harvey Baber. Thomas Harvey Baber ആണ് ആ സ്റ്റേറ്റ്മെന്റ് നൽകിയ ആള്. ഇനി 16 ടീച്ചിങ് ആപ്റ്റ്യൂഡ് ആണ്. അതിൽ ചോദ്യം ഇതാണ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം. ഏതാണ്? റോങ്ലി മാച്ച്ഡ് ആണ്. സോഷ്യോ കൾച്ചറൽ തിയറി വൈഗോട്സ്കി. സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്
വിച്ച് ഓഫ് ദ റോങ്ലി മാച്ച്ഡ് ആണ്. ഇത് കറക്റ്റാണ്. ജീൻ പിയാഷെ ആണ്, ഇത് വൈഗോഡ്സ്കി ആണ്, ബ്രൂണർ ആണ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഗാഗ്നെ. റോങ്ലി മാച്ച്ഡ് ആണ്. ഏതാണ്? മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഹൊവാർഡ് ഗാർണർ ആണ്. അതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ആൻസർ ഇസ് ഡി ആണ്. Then 17th question, which among the following statements is correct about micro teaching? മൈക്രോ ടീച്ചിങ്ങിനെ കുറിച്ച് ശരിയായ എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? ടീച്ചർ ട്രെയിനിങ് ടെക്നിക്. ഇതാണ്. Which among the following statements are correct about micro teaching? It is a teacher training technique. It is a method of classroom instruction. Feedback is provided immediately after the completion of the lesson. So 1 and 3 is the answer. Then, which among the model, which among the following model does not belong to information passing family? Information passing family adana direct instruction. Information processing family. Which among the following model does not belong to information processing family? Direct instruction. Right. Then 19th question നോക്കുക. Language planning. Which among the following are correct about preparatory stage stated in NCF? ഏതാണ്? Language learning for preparatory stage have been language learning for preparatory stage have been set for 3 languages as stated in the NCF 2023. Language learning for preparatory stage have been set for 3 languages. Set for 3 languages within language education R1, R2, R3. Then preparatory stage is for students aged between 8 and 11. Then work and pre-vocational skills are included as part of world around us. So all of the above 1, 2, 3 is the answer. That is ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കുക. Which among the following statements are correct about revised Bloom's taxonomy? The different types and levels of knowledge in revised taxonomy: factual, procedure, metacognitive. നമുക്കറിയാത് metacognitive ആണ്. In 2011, Bloom's taxonomy was revised by Lauren Anderson and David Crathwell. The revised taxonomy includes remembering, understanding, applying, analyzing, evaluating, creating. So what is your answer? These are all 1, 2, 3. All of the above. See, പൊതുവെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിനൈസൻസിലെ ചില ചോദ്യങ്ങൾ കുറേ ആയി പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ മറ്റ് ചോദ്യങ്ങളൊക്കെ എളുപ്പമാണ്. എന്തായാലും ഒരു 10 മാർക്സ് ഒക്കെ എല്ലാവർക്കും കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നോക്കുക. ഇനി അടുത്തത് നമ്മളെ പാർട്ട് ബി ആണ്, ലിറ്ററേച്ചർ പാർട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടാഗോറിൻ്റെ പ്രയർ വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് വാസ് ഒറിജിനൽ റിട്ടൺ ഇൻ ബംഗാളി. ആർക്കും അറിയാത്. ദാറ്റ് ഈസ് എൻ ഈസി ക്വസ്റ്റ്യൻ. ഇറ്റ് വാസ് ഒറിജിനൽ റിട്ടൺ ഇൻ ബംഗാളിയാണ്. ഇറ്റ് വാസ് റിട്ടൺ ഇൻ ബംഗാളി. ലേറ്റർ ടാഗോർ ഹിംസെൽഫ് ട്രാൻസ്ലേറ്റ് ഇൻറ്റു ഏതാണ് ട്രാൻസ്ലേറ്റ് ഇൻറ്റു what's translated into Bengali. കേട്ടില്ലേ? Then 20th question നിങ്ങൾ പറയുന്ന ബ്ലൂംസ് ടാക്സോണമിയിൽ ദ റിവൈസ്ഡ് ടാക്സോണമി ഇൻക്ലൂഡ്സ് റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ്. അത് തന്നെയാണ് കറക്റ്റ്. അത് കറക്റ്റാണ് കേട്ടോ. ടാക്സോണമിയിൽ അത് ക്രിയേറ്റിംഗ് ആണ്. അത് 1, 2 and 3 ആണ് കറക്റ്റ്. ഓപ്ഷൻ ഡി ഇൻകറക്റ്റ് അല്ല, ഈസ് കറക്റ്റ് കേട്ടില്ലേ. ഓപ്ഷൻ ഡി അല്ല, അത് ഓപ്ഷൻ എ ആണ്. 3 എണ്ണവും കറക്റ്റ് തന്നെയാണ്. അടുത്തത് നോക്കുക. വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ. ഈ ചോദ്യം വളരെ എളുപ്പമാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്രാർത്ഥന എന്ന പേര്, അത് എഴുതിയ വർഷം ടാഗോറിൻ്റെ കവിതയിൽ. ഇറ്റ് വാസ് ഒറിജിനൽ റിട്ടൺ ഇൻ ബംഗാളി.
ഇത് ആർക്കും അറിയാം. ഹു ഈസ് യുലീസസ് സൺ? മെൻഷൻ. Ulysses was the king of Ithaca, and his son was Telemachus. അതാണ്. അത് ആൻസർ ആർക്കറിയാം? എല്ലാവർക്കും അറിയാം. ഹെക്ടർ വിക്ടോറിയൻ, അതായത് ട്രോജൻ ഹീറോ ആണ്. അക്കിലസ് ഗ്രീക്ക് ട്രോജൻ ഹീറോ ആണ്. ആരാണ് അടുത്തത്? Introduction. What does Kamala Das assert about the language she writes in? ഇത് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതേ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതാണ്, ഇറ്റ് ഈസ് ഹാഫ് ഇംഗ്ലീഷ്, ഹാഫ് ഇന്ത്യൻ, ബട്ട് എൻറ്റയർലി ഹെർ ഓൺ ആണ്. ഇതാണ് ആൻസർ. ഇറ്റ് ഈസ് ഹാഫ് ഇന്ത്യൻ, അതാണ്. ഇറ്റ് ഈസ് ഹാഫ് ഇംഗ്ലീഷ്, ഹാഫ് ഇന്ത്യൻ, ബട്ട് എൻറ്റയർലി ഹെർ ഓൺ. ഇതാണ് ആൻസർ. അപ്പോൾ ആൻസർ ഈസ് ബി ഈസ് ദ ആൻസർ. ഇതും 3 ചോദ്യങ്ങളും വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ചോദ്യവും 24ാമത് ക്വസ്റ്റ്യൻ. ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് ബൈ എമിലി ഡിക്കിൻസൺ. വാട്ട് ഡസ് ദ കാരേജ് റൈഡ് അൾട്ടിമേറ്റ്ലി സിംബലൈസ്? ദ സെയിം ക്വസ്റ്റ്യൻ നമ്മളെ ടെസ്റ്റ് പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, what does the carriage ultimately symbolize? What does the carriage ultimately symbolize? നിങ്ങൾക്കറിയാം, the transition from life to death and toward eternity. That is the answer. The transition. അതാണ് ആൻസർ ഈസ് the transition ആണ്. The transition ഏതാണ്? The transition from here, a transition from life to death and toward eternity. A trip to countryside, answer ശരിയല്ല. Journey marriage അല്ല. An escape from എന്താണ്? Answer is very clear here. A transition from life to death and toward eternity. നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ ഈ ചോദ്യം അതേപോലെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. His little lameness, unremembered acts of kindness and love is a line from. You know this line from? ഏതാണ്? A little nameless, unremembered acts of kindness and love from Tintin Abbey lines. ഈ പോയട്രിയിൽ വന്ന 5 ചോദ്യങ്ങളും എളുപ്പമാണ്. 5 ചോദ്യങ്ങളും നിങ്ങൾക്ക് ആദ്യത്തെ 5 ചോദ്യങ്ങളും എളുപ്പമാണ്. ഈ 6ാമത്തെ ചോദ്യം എളുപ്പമാണ്. In a valediction forbidding morning, what does the poet combat the spiritual bond between lovers? You know, a tin compass where one leg moves and other stays rooted. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ ഈ ചോദ്യവും 6ാമത്തെ ചോദ്യവും പോയട്രി വിഭാഗത്തിലെ 6ാമത്തെ ചോദ്യവും എളുപ്പമായിരുന്നു. എ ടിൻ കോമ്പാസ് വേർ വൺ ലെഗ് മൂവ്സ് അതർ സ്റ്റേസ് റൂട്ടഡ്, റൈറ്റ്? അടുത്തത് 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഡസ് ദ ബ്ലാക്ക് ടെലഫോൺ ഓഫ് അറ്റ് ദ റൂട്ട്? In Sylvia Plath's Daddy, the speaker has lost her ability to hear. The speaker has severed all emotional, psychological trauma with her father. This is the answer. The speaker is afraid to communicate her trauma. They are angry with the world. Or the answer is, the speaker has severed all emotional, psychological connection. She has cut all emotional and psychological with her father. അതാണ് ദ ബ്ലാക്ക് ടെലഫോൺ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. ഈ 7ാമത്തെ ചോദ്യവും എളുപ്പമാണ്. പോയട്രിയിലെ 10 ചോദ്യങ്ങളിൽ 7 നിങ്ങൾ ശരിയാക്കിയിരുന്നു മനസ്സിലാക്കുന്നു. അതിൽ വലിയ പ്രയാസമൊന്നുമില്ല, വളരെ എളുപ്പമായിരുന്നു അത്. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഇതും വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ ടോൺ ഓഫ് മാത്യു ആർനോട്ട്സ് ഓർ ബീച്ച്? മെലാങ്കളിക് ആൻഡ് റിഫ്ലക്റ്റീവ്. നിങ്ങൾക്കറിയാം, സീ ഓഫ് ഫെയ്ത്ത്. ഇത് നമുക്കറിയുന്നതാണ്. പോയട്രിയിലെ 8ാമത്തെ ചോദ്യം എല്ലാവരും ശരിയാക്കിയിരിക്കുന്നു മനസ്സിലാക്കുന്നു. പോയട്രി പാർട്ട് വളരെ എളുപ്പമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ബ്രോഡർ തീം ഡസ് ദ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ റിഫ്ലക്ട്? ഇതും നിങ്ങൾക്കറിയാം, സയൻസ് വേഴ്സസ് സൂപ്പർസ്റ്റിഷൻ ഇന്ത്യൻ സൊസൈറ്റി. അതും എളുപ്പമുള്ള ചോദ്യമായിരുന്നു. പോയട്രി പാർട്ടിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടണം. അത് നമ്മൾ ഇതേ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാട്ട് ഇമോട്ട് ഡസ് എ റെഡ് സിഗ്നിഫൈ? ഇത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും, സംശയം വരും. മോക്കറിയാണോ? ഇത് രണ്ടുമല്ല.
കറേജ് ആണോ? അപ്പോൾ നിങ്ങൾക്കറിയാം റെഡ് ആണ്. റെഡ് ഓർമ്മയില്ലേ? റെഡ് എന്താണ്? റെഡ് ബൂത്ത്. റെഡ് ബൂത്ത് ഉണ്ട്. റെഡ് ബൂത്ത് ആണ്. സ്കൾച്ചിങ് റെഡ് പില്ലർ ബോക്സ്. റെഡ് ബൂത്ത്, റെഡ് പില്ലർ ബോക്സ്, സ്കൾച്ചിങ്. റെഡ് ടിയേർഡ്, ഡബിൾ ടിയേർഡ് ഒമിനിബസ് സ്കൾച്ചിങ്. അല്ല, അതിന് ഓർമ്മ ഉണ്ടോ? അതാണ് വാക്ക്. റെഡ്, റെഡ് ബൂത്ത്. റെഡ് കളേർഡ്, റെഡ് ബൂത്ത്. റെഡ് പില്ലർ ബോക്സ്, റെഡ് പില്ലർ ബോക്സ് ഉണ്ട്. റെഡ് പില്ലർ ബോക്സ് ആൻഡ് റെഡ് ഡബിൾ ടിയേർഡ് omnibus squelching. Red tiered omnibus squelching. It shows the anchor of the poet. So this question, പോയട്രിയിലെ ചോദ്യം റെഡ് മോക്കറി അല്ല. ഏതാണ്? This also red shows the wrath of a black man against racial discrimination. Right. 10 ചോദ്യങ്ങൾ പോയട്രിയിൽ വന്നു. 10 എളുപ്പമായിരുന്നു. ആ 10 ചോദ്യങ്ങൾ ഫുൾ മാർക്ക് നിങ്ങൾ നേടിയിരിക്കും. ആ 10 ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു. പാർട്ട് ബിയിൽ പോയറ്റിൽ 10 ചോദ്യങ്ങളാണ്. പല കവിതയും വിട്ടുകളഞ്ഞു. ഇപ്പോൾ അതിൽ സോണൻസ് ഇല്ല, എലിജിലിറ്ററിനെ കണ്ട് ചേർച്ചയാടില്ല, ഗ്രീഷനേണില്ല, സ്കൈലാർക്കില്ല, എ കെ രാമാനുജനില്ല, പലരും വിട്ടുപോയി. എബോറിജിനൽ ആഫ്രിക്കയില്ല, എബോറിജിനൽ ആസ്ട്രേലിയ ഇല്ല, ആഫ്രിക്ക ഇല്ല, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഹൗസ് ഓഫ് 1000 ഡോൾസ് ഇല്ല, അങ്ങനെ ചോദ്യങ്ങളൊന്നുമില്ല. 10 എളുപ്പമായിരുന്നു. ആ 10ഉം നിങ്ങൾക്ക് ആൻസർ കിട്ടും. അടുത്തത് പ്ലേ ആണ്. പ്ലേയിൽ ചില ചോദ്യങ്ങൾ എന്തായിരുന്നു? സ്റ്റേറ്റ്മെൻറ്റ് മോഡലായിരുന്നു. പക്ഷെ അതും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ക്യാപ്ചേഴ്സ് symbolic significance of the sea in Synge's play Riders of Sea? Riders of Sea is in the symbolic significance of the sea. The sea represents source of economic prosperity and hope of the islanders as it provides them with fish and trade opportunities. Adalla. The sea symbolizes ultimate and antagonist, embodying both the physical and existential threats that challenges the islanders' survival and resilience. The sea symbolizes the ultimate antagonistic. The sea source of as a metaphor of unchanging traditions. Adualla. The sea is the nurturing material. The answer is B is the answer. The sea symbolizes what? Actually the sea symbolizes what? The sea symbolizes ultimate and antagonistic, embodying both the physical and existential threats. She lost her sons, and the last son is also going to she finds that Bartley is also going. So the sea symbolizes the ultimate antagonistic and embodying both the physical existential threats that challenges the islanders' survival and resilience. So B is the answer. ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാലും അത് കറക്റ്റ് ആക്കാൻ പറ്റുമായിരുന്നു. സാരമില്ല, തെറ്റിപ്പോയാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പരീക്ഷയാണ്, അങ്ങനെ വരാറുണ്ട്. ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ അൾട്ടിമേറ്റ് സി ഈസ് എഗൻസ്റ്റ് ആണ്. അതായത് എക്സിസ്റ്റൻഷ്യൽ ത്രെഡ്സ് ആണ്. ദെൻ എന്താണ്? ഐലൻഡേഴ്സ് സർവൈവൽ ആൻഡ് റിസേലിയൻസ് ആണ്. ഇതേ ചോദ്യം നമ്മൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നു. അതിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. അടുത്ത് വെയിറ്റിംഗ് ഫോർ ഗോദോ. The characters Vladimir Estragon engage in various activities to pass the time while waiting for Godot. Which of the following act they not engage in during the play? Not ആണ്. നിങ്ങൾക്കറിയാം, attempting to hang themselves അവർ ചെയ്യുന്നുണ്ട്. Then രണ്ടാമത്തത് എന്താണ്? സ്വാപ്പിംഗ് ഹാറ്റ്സ് വിത്ത് ഈച്ച് അതർ നടത്തുന്നുണ്ട്. ഏതാണ്? ഡിസ്കസിങ് ഫിലോസഫിക്കൽ ബാൻറ്റേഴ്സ് ആണ്. അപ്പോൾ ആൻസർ ഈസ് സി ഇസ് ദ ആൻസർ. സോ ഗെയിം ഓഫ് ചെസ് ആണ് ആൻസർ. സോ ഫിലോസഫിക്കൽ ബാൻറ്റേഴ്സ് ഉണ്ട്. അവരിങ്ങനെ
അതാണ് C is the answer. Playing a game of chess. 32 എന്താണ്? C ആണ് ആൻസർ. 32. And 33 നോക്കുക. ഏതാണ്? ഈ ബെസ്റ്റ് ഡിസ്ക്രൈബ് സിംബോളിക് സിഗ്നൽസ് ഓഫ് ഗ്ലാസ് മെനജറി ഇൻ ടെന്നസി വില്യംസ് പ്ലേ ആണ്. ഇറ്റ് പ്രസൻസ് ലോറാസ് ഫ്രജൈലിറ്റി ആൻഡ് ഇല്യൂസറി നേച്ചർ ഓഫ് ദ വേൾഡ്. ഇതാണ് 33യുടെ ആൻസർ. ഇറ്റ് റെപ്രസെൻസ് ലോറാസ് ഫ്രജൈലിറ്റി ആൻഡ് ഇല്യൂസറി നേച്ചർ ഓഫ് ഹർ വേൾഡ് ആണ്. ദെൻ 35 നോക്കുക. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. School is often lauded its brilliant general satirical wit. However, what does Sheridan refine the traditional comedic model to suit his tenses? Answer നിങ്ങൾക്കറിയാം ഏതാണ്? Which one is correct? 35 scandal by softening. അതാണ് 35 എന്താണ് ആൻസർ? By softening portrayal characters like Lady Teasel, blending innocence, sophistication appeal to more than refined sensibilities. Traditional comic model ആണ് to suit tense of the day, particularly compared Renaissance Restoration. ഇതാണ് ആൻസർ. Then Death of the Salesman-ലാണ് 36. He measures success solely financial by leading him to disagreed personal happiness integrity. ഈ ചോദ്യവും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. റൈറ്റ്. 34th ക്വസ്റ്റ്യൻ ഏതാണത്? 34th ക്വസ്റ്റ്യനോട് വിട്ടുപോയി. ഇതാണ് 34ലെ ഏതാണ്? ട്രഡീഷണൽ പെർഫോമൻസ് യക്ഷഗാനമാണ്. കറക്റ്റ് ബി ആണ്. 34 യക്ഷഗാന, ജത്രയല്ല അത്. യക്ഷഗാന. ദെൻ 37 എടുക്കുക. 37 in George Bernard's Pygmalion, the transformation of Elisade Lutil raises several themes and questions about social class and identity. Which of the following statements best captures the play's commentary on the nature of social mobility and identity? അത് നിങ്ങൾക്കറിയാം. 37th question ആൻസർ ഏതാണ്? The superficial aspects of social class such as language and etiquette. C is the correct answer. അതും ആൻസർ നിങ്ങൾക്ക് അറിയുന്നതാണ്. And 38th question നോക്കുക. In Macbeth, which is present series of apparitions that deliver prophecies. What is the significance of third apparition? അതാണ് is a crowned child holding a tree, which signifies that Macbeth will never be defeated until Birnam Wood comes to Dunsinane Hill. This prophecy gives Macbeth a false sense of security as he believes such an event is impossible, leading him to underestimate threats. Answer is A is the correct answer. അത് ഒരു എളുപ്പമുള്ള ചോദ്യമാണ്. ഇത് വായിച്ചു നോക്കിയാൽ അറിയാം ഇതാണ് ആൻസർ വരികയെന്ന്. Then, what is the title? ഇത് സാധാരണ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ട്രിവിയൽ കോമഡി ഫോർ സീരിയസ് പീപ്പിൾ. അതെല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ 40th ക്വസ്റ്റ്യൻ വായിച്ചറിയാൻ നോറയുടെ ക്യാരക്ടർ ഹെൽമർ ആണ്. നോറ ഹെൽമർ undergoes signal development. Which of the following action means Nora's ultimate decision to leave? നോറ വാതിലടച്ചപ്പോൾ യൂറോപ്പ് ആകെ ഞെട്ടി വിറച്ചു. സ്ലാമിംഗ് ഡോർ ഓഫ് നോറ. അതാണ് പേഴ്സണൽ ഫ്രീഡം ആൻഡ് ഐഡന്റിറ്റി ആണ്. അത് നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. 34 ഉത്തരം പറഞ്ഞു കേട്ടില്ലേ? Then 41. Lockwood compares himself to which of these Shakespearean characters after Joseph Heathcliff accused him of stealing? You know the character? Othello, Romeo and Juliet, King Lear. The answer is Hamlet. Hamlet, Hamlet has the personal problems, moral problems. Hamlet ആണ്. Hamletian dilemma ആണ്. He feels a sense of crime, sense of to be or not to be dilemma. So answer is Hamlet. Then next question, George Orwell's Animal Farm നിങ്ങൾക്കറിയാം ഓൾഡ് മേജർ ആണ്. കാൾ മാർക്സിൻ്റെ പ്രതീകമായ ആള് വിഷൻ. അത് നിങ്ങൾക്ക് എളുപ്പമായിരുന്നു. ആ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അതിൽ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ്ലി ആൻസർ എളുപ്പമാണ്. അതുപോലെ തന്നെ
ഗിരീഷ് കർണാടക നാടകത്തിൽ ചോദ്യം എളുപ്പമായിരുന്നു. ഇത് എളുപ്പമാണ്. ആനിമൽ ഫാം എളുപ്പമാണ്. പിന്നെ റോയ്സ് ഫോർബിഡൻ ലവ് ആണ്, നോട്ട് പൊളിറ്റിക്കൽ ആക്ടിവിസം. ഫോർബിഡൻ ലവ് ആണ്. ലവ് ടു സി ലവ് ഓഫ് ആണ്, കിങ് ലിയർ അല്ല. ഏതാണ് ആന്റണി ജോർജ് നെല്ലിശ്ശേരി കിങ് ലിയർ അല്ല. ഏതാണ് ഹാംലെറ്റ് ആണ്. കേട്ടില്ലേ? ലാക്പൂഡ് കമ്പയർസ് ഇൻ ടു വിച്ച് ഓഫ് ദീസ് ഷേക്സ്പിയറൻ ക്യാരക്ടേഴ്സ് ആൻഡ് ജോസഫ് ആൻഡ് ഹിപ്ലീഫ് അക്യൂസ് ഓഫ് മിസ്റ്റീലിംഗ്. അതാണ് കിങ് ലിയർ അല്ല, ഹാംലെറ്റ് തന്നെയാണ്. വാട്ട് ഈസ് ദ മെയിൻ തീം എക്സ്പ്ലോർ ആർ ദി റോയ്സ്? ഫോർബിഡൻ ലവ് ആണ്. അതും ഒരു എളുപ്പം ക്വസ്റ്റൻ ആണ്. ഇത് ഏറ്റവും എളുപ്പം ക്വസ്റ്റൻ ആണ്. ബ്ലൂ സ്കൈ ഉണ്ടല്ലേ? അതായത് നോവൽ പാർട്ടിൽ നാടകത്തിലൊരു 3 ചോദ്യങ്ങൾ കുറച്ച് ടഫ് ഉണ്ടാവും, 7 എളുപ്പമായിരുന്നു കേട്ടോ. ഗോകുൽ മുരളി ഒന്നുകൂടി റെഫർ ചെയ്യുക. കിങ് ലിയർ അല്ല, ഹാംലെറ്റ് തന്നെയാണ്. ദെൻ വിച്ച് ആർ ടോണി മൊറേസൺ ലുക്ക് ഇൻ ടു ദ ഇമ്പാക്ട് ഓഫ് ചൈൽഡ്ഹുഡ് ട്രോമ ദോ ഈ ഐസ് ഓഫ് പ്രൊട്ടഗണിസ്റ്റ് പെക്കോള. ഏതാണ്? ബ്ലൂസ്റ്റ് ഐ. അറിയാം. അക്കോർഡിംഗ് ബെട്രാൻസൽ വിച്ച് പീരീഡ് ബ്രോട്ട് എ ജനറൽ റെസ്പെക്ട് ഫോർ ടീച്ചിങ് ആൻഡ് കൺസേൺ മെഷർ ഫ്രീഡം ടു ടീച്ചർ? നിങ്ങൾക്കറിയാം. അത് ആൻസർ ഈസ് റിനൈസൻസ് ആണ്. ആൻസർ ഈസ് റിനൈസൻസ്. അപ്പോൾ ഈ പ്രോസിൽ ഇത് എളുപ്പമുള്ള ചോദ്യമാണ്. ഇത് എളുപ്പമാണ്. ഇതൊരു രസം കൺഫ്യൂസിങ് ആണ്. ഹാംലെറ്റ് ആണോ കിങ് ലിയർ ആണോ എന്നുള്ള പ്രശ്നം വരും. അപ്പം അത് ഹാംലെറ്റ് ആണ് കറക്റ്റ്. റസലിൻ്റെ ഇത് എളുപ്പമാണ്, റിനൈസൻസ് ആണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹിയർ ഈസ് മോഡേൺ സിമ്പോസിയം ആണ്. ഡിവൈൻ കോമഡി ഉണ്ട്. ഫോസ് റെഫർ ടു മോഡേൺ സിമ്പോസിയം. 46 മോഡേൺ സിമ്പോസിയാണ്. അത് എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. ഉണ്ടല്ലേ? മോഡേൺ സിമ്പോസിയം. അടുത്തത് ലിബർട്ടി ആണ്. അതും ഈസി ക്വസ്റ്റൻ ആണ്. പിന്നെ രാധാകൃഷ്ണനിൽ ക്വസ്റ്റ് ഫോർ ട്രൂത്ത്, അതും ഈസി ആണ്. പിന്നെ ജോർജ് ആനിമൽ ഫാം ബിലോങ് ടു ഡിസ്റ്റോപ്പിയൻ ഫിക്ഷൻ ആണ്. നിങ്ങൾക്കറിയാം. ഡിസ്റ്റോപ്പിയൻ നോവലാണ്. അതും എളുപ്പമാണ്. കേട്ടില്ലേ? അപ്പോൾ ഇത് പ്രോസ് വിഭാഗത്തിൽ ഈ ഓർവെല് 2 ചോദ്യം ചോദിച്ചു. ഒന്ന് ഓൾഡ് മേജർ ചോദിച്ചു, ഡിസ്റ്റോപ്പിയൻ നോവൽ. 2 ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വേഴ്സസ് സയൻസിന് ചോദ്യം എളുപ്പമായിരുന്നു. ഗാർഡിനർ എളുപ്പമാണ്. ഇതും എളുപ്പമാണ്. മോഡേൺ സിമ്പോസിയാണ്. പിന്നെ ഫോസ്റ്റർ 2 ചോദ്യം ചോദിച്ചു. ഫോസ്റ്റർ ടോക്സ് ഓഫ് 3 സ്റ്റേറ്റ്സ് ഓഫ് മൈൻഡ് അഡോപ്റ്റഡ്. അതേതാണ്? ലവ് ആണ്. അതും ഈസി ക്വസ്റ്റ്യൻ ആണ്. ലവ് കേട്ടോ. കേട്ടോ, നോക്കുക. അടുത്തത് നോക്കുക. ദെൻ റിനൈസൻസ് 1900 അല്ല. റിനൈസൻസ് 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചതിന് ശേഷമാണ് റിനൈസൻസ് ഉണ്ടാകുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ വന്നോ? നോക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. റിനൈസൻസ് വാസ് സ്റ്റാർട്ടഡ് ആഫ്റ്റർ ഓട്ടോമൻ ടർക്സ് ക്യാപ്ചേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ വിച്ച് വാസ് ദ സെൻറ്റർ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ, പ്ലേസ് ഓഫ് ലേണിംഗ് ആണ്. ഞാൻ പറയാം. അടുത്ത നോക്കാം. ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ് ഷോവാൾട്ടർ ഔട്ട്ലൈൻസ് 3 phases ഓഫ്, ഞങ്ങൾക്കറിയാം, ഫെമിന ഫേസ് ആണ്. ഫെമിന ഫേസ് ടുവേർഡ്സ് ഇൻ 51 ആൻസർ എന്താണ്? ആൻസർ ഈസ് ഫെമിന ഫേസ്. ഫെമിനിൻ ഫേസ്, ഫിമെയിൽ ഫേസ് ആൻഡ് ഫെമിന ഫേസ്. ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ദെൻ in which of the following years marks the first publication of Gabriel Garcia Marquez' landmark? 100 years old is 1967. 1982 which one? എന്താണ്? 47 ആണ് അല്ലേ? 47 ഏതാണ്? ലവ് ആണ് കേട്ടോ, ടോളറൻസ് അല്ല. വവ്. ദെൻ അക്കോർഡിംഗ് ടു ഫ്രോയിഡിയൻ സൈക്കോളജി നിങ്ങൾക്കറിയാം, ഇതാണ് ആൻസർ. ഇവിടെ സൂപ്പർ ഈഗോ ആണ്. സൈക്കോ അനാലിറ്റിക് തിയറി വിച്ച് പാർട്ട് ഓഫ് ദ സൈക്കി ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ മോറൽ കോൺഷ്യൻസ്. ഇറ്റ് ലാക്സ് ലൈക്ക് എ പോലീസ്മാൻ എന്നാണ് പറഞ്ഞത്. മോറൽ കോൺഷ്യൻസ് ആൻഡ് സോഷ്യൽ നോംസ്, അത് സൂപ്പർ ഈഗോ ആണ്. ഇത് ഈഗോ സൂപ്പർ ഈഗോ ആക്ട്സ് ലൈക്ക് എ പോലീസ്മാൻ. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 50ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓൺ ടോളറൻസ് ഫോർ ടോക്സ് ഓഫ് 3 states of mind to adapt for a better world. സെക്കൻഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഇവിടെ ടോളറൻസ് ഇല്ല, നാസി സൊല്യൂഷൻ അല്ല, സിമ്പതി ഇല്ല അല്ലേ? അപ്പോൾ ആൻസർ ഈസ് ലവ് ആണ് ശരിയത്. റൈറ്റ്.
50 ചോദ്യത്തിനാണ് ലവ് ആണ് ആൻസർ. അത് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഈ ഓൺ ടോളറൻസ് EM4 ടോക്സ് ഓഫ് 3 സ്റ്റേറ്റ്സ് ഓഫ് മൈൻഡ് ടു ബി അഡോപ്റ്റഡ് ഫോർ എ ബെറ്റർ വേൾഡ്. ദ സെക്കൻഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ദാറ്റ് പീപ്പിൾ മേ അഡോപ്റ്റ് ഈസ് ലവ് ആണ്. ലവ് ഈസ് എ ഡൾ വേർച്യൂ എന്ന് പറയുന്നു. അവിടെ എന്താണ് വേണ്ടത്? ടോളറൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ടോളറൻസ് അവിടെ ഇല്ല. അപ്പം ലവ് ഈസ് എ ഡൾ വേർച്യൂ ആണ്. അടുത്ത ദിവസം നോക്കുക. സൂപ്പർ ഈഗോ ആണ് 53. ഇനി 54 നോക്കുക. ലിറ്റററി ക്രിറ്റിക്സ് ആണ്. നോവലിൽ അതായത് പ്രോസ് ഏരിയയിലെ ക്വസ്റ്റ്യൻസ് പ്രയാസം ഉണ്ടാക്കുന്നത് അല്ല. അത് കുറേ എളുപ്പമായിരുന്നു. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത് ചെറിയ പ്രോസിലായിരുന്നു, നിങ്ങൾക്കറിയാം. ദെൻ ദ കോൺസെപ്റ്റ് ഡിഫറൻസ് ഈസ് സെൻട്രൽ ഡീകൺസ്ട്രക്ഷൻ. വാട്ട് ഡസ് ഇറ്റ് ഇംപ്ലൈ? നിങ്ങൾക്കറിയാം 54 എന്താണ്? The endless deferral and difference of meaning in language. Answer is the endless deferral and difference of meaning in language ആണ് deconstruction പറയുന്നത്. ഇത് structuralism ആണ്. Then, which of the following rasas considered not originally listed among the 8 rasas? അത് വീര, അതാണ് വീര, അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് രസാസ് ഈസ് കൺസിഡേർഡ് നോട്ട് ഒറിജിനലി ലിസ്റ്റഡ് എമംഗ് ദ 8 രസാസ് ഇൻ ഭരദാസ് നാട്യശാസ്ത്ര? വീര, ഭയാനക, അദ്ഭുത. അതിൽ ശാന്തം ആണ് പറയാത്തത്. സോ ആൻസർ ഈ ശാന്ത. അതും വലിയ പ്രയാസമുള്ള ചോദ്യമായിരിക്കില്ല. 50 ചോദ്യം നോക്ക്. Which of the following correctly conveys central concept Bharadas നാട്യശാസ്ത്ര? ഇത് ഒരു സംശയം ഉണ്ടാക്കുന്ന ചോദ്യമാണ്. അതായത് അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്? രസായിൻ നാട്യശാസ്ത്ര ഈസ് ഈക്വലൻ ടു മിമിസിസ് ഇൻ പോയറ്റിക്സ്. സ്ഥായി ഭാവ ഇൻ നാട്യശാസ്ത്ര കറസ്പോണ്ട്സ് ടു കത്താർസ് ഇൻ പോയറ്റിക്സ്. ധ്വനി ഇൻ നാട്യശാസ്ത്ര ഈസ് സെയിം ആസ് ദ മിത്തോസ് ഇൻ പോയറ്റിക്സ്. Rasa in Natyashastra is the comparable to catharsis in poetics. So answer is D is the answer. Dhvani alla, rasayana answer. Right. 56 D ആണ് answer. 57 നോക്കുക. In the preface to lyrical ballads, Wordsworth argued that language of poetry should be real language of common man or with vivid sensation ആണ്. Poetry should be written in the language of common man. അതാണ്. The real language should be written in the language of common man. ഉണ്ടോ? Common man ആണ്. Then 58 നോക്കുക. In the study of poetry, Matthew Arnaud argues that poetry should be substitute for religion and philosophy in modern life. Right. അതും വിഷമമില്ലാത്തൊരു ചോദ്യമായിരുന്നു. ലിറ്റററി ക്രിറ്റിസിസത്തിലെ ചോദ്യങ്ങളിൽ പ്രയാസമില്ലാത്തൊരു ചോദ്യമായിരുന്നു അത്. അടുത്തത് അക്കോർഡിംഗ് ടു എലിയറ്റ് ട്രഡീഷൻ ഡ്യുവൽ ടാലൻറ്റ്. അതും ഈസി ആയിരുന്നു. ഇമോഷൻ ഫങ്ഷൻ ഇൻ പോയറ്റ് ഷുഡ് ആൻസർ ഈസ് എന്താണ്? ഇമോഷൻ. പോയറ്റ് ഷുഡ് ഫ്യൂസ് ഇമോഷൻ എക്സ്പീരിയൻസ് ഇൻ ടു ഇമേഴ്സണൽ ആർട്ട്. ഈ 3 ചോദ്യങ്ങളും നമ്മുടെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇത് എളുപ്പമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അക്കോർഡിംഗ് ടു സൊഷോർ, വിച്ച് ഓഫ് ദ ബെസ്റ്റ് ഡിസ്ക്രൈബ് നേച്ചർ ഓഫ് ലാംഗ്വേജ് ആസ് സിസ്റ്റം ഓഫ് സയൻസ്? നിങ്ങൾക്കറിയാം ലാംഗ്വേജ് ഈസ് എ സ്ട്രക്ചേർഡ് സിസ്റ്റമാണ്. ലാംഗ്വേജ് ഈസ് സ്ട്രക്ചേർഡ് സിസ്റ്റം വേർ സയൻസ് derive meaning through their differences from one another. This is the answer. ഇതും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. എളുപ്പമുള്ള ചോദ്യമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഉള്ളൊരു ചോദ്യമായിരുന്നു ഇത്. ലാംഗ്വേജ് ഈസ് എ സ്ട്രക്ചേർഡ് സിസ്റ്റം. കേട്ടോ? സയൻസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഐഡൻറ്റിഫൈ ദ പെയർ ഓഫ് ഹോമോഫോൺസ്. ഹോമോഫോൺസ് നിങ്ങൾക്കറിയാം വേർഡ്സ് ഹാവിങ് ദ സെയിം സൗണ്ട് ഡിഫറൻറ്റ് സ്പെല്ലിംഗ് ആൻഡ് മീനിങ് ആണ്. അതായത് നിങ്ങൾക്കറിയാം HEIR എയർ, അത് പ്രൊനൗൺസ് ചെയ്യുന്നതാണ് എയർ ആണ്. എയർ ഉണ്ട്. എയർ അതായത് HEIR. H ഈസ് മ്യൂട്ട് ആണ് അവിടെ, എയർ അല്ല. എന്താണ്? എ. ഇതാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. എയർ എ ആണ്. ഉണ്ടല്ലേ? അതായത് എ അതാണ്.
പിന്നെ ഏതാണ് ഫ്ലോർ ആൻഡ് ഫ്ലവർ, ഫ്ലവർ ആണ് ഫ്ലവർ. പിന്നെ ഐ ആൻഡ് ഐ. പിന്നെ ഏതാണ് എയർ ആൻഡ് എയർ, ഐ ആൻഡ് എയർ ഹോമോഫോൺസ് ആണ്. ഓൾ ഓഫ് ദ എബവ്. ആൻസർ ഈസ് ഓൾ ഓഫ് ദ എബവ്. അത് എളുപ്പമുള്ള ചോദ്യമായിരുന്നു. പ്രൊനൗൺസിയേഷനിൽ, അതായത് ലിംഗ്വിസ്റ്റിക്സ് ഫോണോളജി ലിംഗ്വിസ്റ്റിക്സ് ഏരിയയിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. അതായത് എയർ, എയറസ്, എയർലൂം, ആർ നിങ്ങൾക്കറിയാം. ഓണറബിൾ. അടുത്ത ഫോണേറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ ലാരിങ്സ്. ആർട്ടിക്കുലർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഫാരിങ്സ്. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. നോക്കണം, ഫോണേറ്ററി സിസ്റ്റവും ആർട്ടിക്കുലർ സിസ്റ്റമാണ്. അതിൻ്റെ ആൻസർ നിങ്ങൾക്കറിയാം. ഏതാണത്? ഫോണേറ്ററി സിസ്റ്റം ആൻഡ് ഏതാണ്? ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ലാരിങ്സ് ആണ്, ഫാരിങ്സ് ആണ് ആർട്ടിക്കുലർ സിസ്റ്റം. റൈറ്റ്. 63 നോക്കുക. ദ വേർഡ് എഡ്യൂക്കേഷൻ, നിങ്ങൾ ആദ്യം എഡ്യൂസർ എന്നുള്ള വാക്കാണ്. അത് എല്ലാവർക്കും അറിയുന്നത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ലാറ്റിൻ ആണ് എഡ്യൂസർ. അതാണ് ലാറ്റിൻ ടേം ആണ്. അത് എളുപ്പം. സെൻഡം സെറ്റം ഡിവിഷൻ ഓഫ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് ബേസ്ഡ് ഓൺ സെൻഡം സ്റ്റേറ്റം ഓഫ് ഏതാണ്? ട്രീറ്റ്മെന്റ് ഓഫ് പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ പാലറ്റൽസ് ആണ്. ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇതൊരു സെൻഡം സെറ്റം ഡിവിഷൻ ഓഫ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഈസ് ബേസ്ഡ് ഓൺ വവൽ സിസ്റ്റം ഡിഫറൻസ് അല്ല, പിന്നെ സ്ട്രെസ് പാറ്റേൺ അല്ല, മോർഫോളജിക്കൽ എന്താ ട്രീറ്റ്മെന്റ് ഓഫ് പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ പാലറ്റൽസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് പ്ലേസസ് പ്രൈമറി സ്ട്രെസ് ഓൺ ദ സെക്കൻഡ് എലമെന്റ്? നിങ്ങൾക്കറിയാം ബാഡ് പ്രൈമറി സ്ട്രെസ് ബാഡ് ടെമ്പേർഡ് ആണ്. ഇത് ഫുട്ബോളാണ് ആണ് ബാഡ് ടെമ്പേർഡ്. ടൂത്ത് ബ്രഷ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് വേർഡ്സ് places primary stress on the second syllable? ഏതാണ് അത്? ഏതാണ്? ആൻസർ ഈസ് ബാഡ് ടെമ്പേർഡ് ആണ്. ബാഡ് ടെമ്പേർഡ്. ടീപോട്ട് ഉണ്ട്, ടൂത്ത് ബ്രഷ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്. അതിൽ ഏതാണ്? ബാഡ് ടെമ്പേർഡ്. വോയിസ് അൽവേലിയർ സ്റ്റോപ്പ് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഡ ആണ്. വോയിസ്ഡ് ആണ്. ഡ അതാണ് വോയിസ് അൽവേലിയർ സ്റ്റോപ്പ് കോൺസണന്റ് ഏതാണ്? ഡ ആണ്. അത് ഈസി ആയ ക്വസ്റ്റ്യൻ ആണ്. എളുപ്പത്തിൽ ആൻസർ ചെയ്തിട്ടുണ്ടാവും. അടുത്തത് ഷൻ. എഡ്യൂക്കേഷൻ, ദ മോർഫിം ഷൻ. എഡ്യൂക്കേഷൻ ഇസ് ക്ലാസിഫൈഡ് ആസ് ഏതാണ്? ഡെറിവേഷണൽ സഫിക്സ് ദാറ്റ് നോമിനലൈസസ് വേർബ്സ് ആണ് ആൻസർ. ഡെറിവേഷണൽ സഫിക്സ് ദാറ്റ് nominalizes verbs ആണ് ആൻസർ. അടുത്തത് which of the following pairs of words is an example of minimal pair? നിങ്ങൾക്കറിയാം, ആർക്കും അറിയാം. ഷിപ്പ് ഷീപ്പാണ്. ഷിപ്പ് ഏതാണ്? ഷീപ്പ്. ഇതാണ് ഷിപ്പ് ഷീപ്പാണ്. ബൂട്ട് ബുക്ക് അല്ല, ഷിപ്പ് ഷീപ്പ് മിനിമൽ പെയർ ആണ്. ഇത് സ്ഥിരം നമ്മൾ ചോദിച്ച ചോദ്യമാണ്. ആൻസർ ചെയ്യാൻ പറ്റും, എളുപ്പമാണ്. പിന്നെ ക്ലൈം അറിയാം. ക്ലൈംബ്, ബോംബ് അല്ലെ, ടോംബ് ഒക്കെ ബ് സൈലന്റ് ആയിരിക്കും. അപ്പോൾ ആൻസർ ഈസ് ക്ലൈം. അത് എളുപ്പമുള്ള ചോദ്യമാണ്. ക്ലൈം. ബോംബ് എന്നല്ല, ബോംബ്. പ്ലംബർ, പ്ലമർ അറിയാം നിങ്ങൾക്ക്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കേർണൽ സെന്റൻസ് ആണ്. അത് നോക്കണം. ഗ്രാമർ പാർട്ടിലെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കേർണൽ സെന്റൻസ്? നിങ്ങൾക്കറിയാം. ദ ലെറ്റർ വാസ് റിട്ടൺ ബൈ അനു ഈസ് പാസീവ്. പാസീവ് ആണോ? ആക്റ്റീവ് വോയിസ് അല്ല. Kiran is not coming to the park is negative sentence. Then have you finished your homework? That is a question, interrogative sentence. So kernel sentence is the sun rise in the east. C is the correct answer. Right? C is the correct answer. ഇനി വരുന്ന ചോദ്യങ്ങൾ 30 ചോദ്യങ്ങളുണ്ട്. ഗ്രാമർ പാർട്ടിലെ ചോദ്യങ്ങളാണ്. അത് പൊതുവെ എല്ലാവരും ഭംഗിയായി ആൻസർ ചെയ്ത് മനസ്സിലാക്കുന്നു. പ്രയാസമുള്ള ഒരു ചോദ്യവും ഇല്ല. നോക്ക് നിങ്ങൾ. ഓൾവേസ് ഹോംവർക്ക് ഹെർ ഷീ ഓൺ ടൈം ആണ്. നിങ്ങൾക്കറിയാം. ഷീ ഓൾവേസ് ഡസ് ഹെർ ഹോംവർക്ക് ഓൺ ടൈം. കറക്റ്റ് ആണ്. ഷീ ഓൾവേസ് ഡസ് ഹെർ ഹോംവർക്ക് ഓൺ ടൈം. ഹെർ ഹോംവർക്ക് ഷീ ഓൾവേസ് തെറ്റാണ്. ഓൺ ടൈം അല്ല,
ഷീ ഡസ് ഓൾവേസ് അല്ല, ഷീ ഓൾവേസ് ആഡ്വർബ് ഇവിടെ കൊടുക്കണം. ഡസ് ഹർ ഹോംവർക്ക് ഓൺ ടൈം. ഓൺ ടൈം. അപ്പോൾ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. വേർഡ് ഓർഡർ, സെൻറ്റൻസ് ഓർഡറിൽ, വേർഡ് ഓർഡറിൽ എളുപ്പത്തെ ആൻസർ ചെയ്യാൻ കഴിയും. വേണ്ട, പുട്ട് അവർ സെൽസ് ഇൻ അതേഴ്സ് പ്ലേസ്. നോക്കുക അടുത്ത്. ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. നിങ്ങൾക്കറിയാം, റിവീൽ ദ സീക്രട്ട് ആണ്. സ്പിൽ ദ ബീൻസും ലെറ്റ് ഔട്ട് ഓഫ് ദ കാറ്റും നമ്മൾ പറഞ്ഞ സ്പിൽ ദ ബീൻസ്, ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ഈ രണ്ടും എന്താണ്? കൺഫേഴ്സ്. റിവീൽ ദ സീക്രട്ട് ആണ്. അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ എന്താണ്? ദ മിനിസ്റ്റർ ഗേവ് എ ലോങ് ഡാഷ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഈ വാക്കുകൾ ഞാൻ പറഞ്ഞ എന്താണ് ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല. ഇല്യൂഷൻ, അല്യൂഷൻ, ഡെല്യൂഷൻ ആൻഡ് ഹാലൂസിനേഷൻ. അറിയാലോ ഈ വാക്കുകൾ. ഇല്യൂഷനും ഡെല്യൂഷനും ഹാലൂസിനേഷനും അല്യൂഷനും ആണ്. ഇവിടെ എന്താണ്? ഈ ദ മിനിസ്റ്റർ ഗേവ് എ ലോങ് അല്യൂഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. എല്യൂഷൻ എന്ന് പറഞ്ഞാൽ റെഫറൻസ് ടു എൻ ഇവൻറ്റ് ഓർ പ്ലേസ് ഓർ എ പേഴ്സൺ ആണ് എല്യൂഷൻ. റെഫറൻസ് ആണ്. റെഫറൻസ് ടു എ പേഴ്സൺ, പ്ലേസ്, അതാണ്. റെഫറൻസ് ടു എ പേഴ്സൺ, പ്ലേസ് ഓർ ഇവൻ്റ് ആണ് എല്യൂഷൻ. നിങ്ങൾക്കറിയാം എല്യൂഷൻ എന്നുള്ള വാക്ക് അക്യുലസ് സീൽ എന്ന് പറയുമ്പോൾ അക്യുലസിൻ്റെ സൂചിത കഥയുണ്ട്, അതാണ്. ഇല്യൂഷൻ എന്ന റിയാലിറ്റീൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഡെല്യൂഷൻ മീൻസ് ഫാൾസ് ബിലീഫ് ആണ്. എല്യൂഷൻ എന്ന് പറഞ്ഞാൽ മൂവിങ് അവേ ആണ്, എസ്കേപ്പിംഗ് ആണ്. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മതിഭ്രമമാണ്. അതൊക്കെ പറഞ്ഞു തന്ന വാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആൻസർ ചെയ്തിട്ടുണ്ടാവും. അടുത്തത്, ഈസ് ആർഗ്യുമെന്റ് ഈസ് ഫുൾ ഓഫ് ലോജിക്കൽ ഫാലസീസ്. ഫാൻറ്റസി അല്ല, ഫാക്കൽറ്റീസ് അല്ല, ലോജിക്കൽ ഫാലസീസ് ആണ്, അബദ്ധങ്ങളാണ്. ഈസ് ആർഗ്യുമെന്റ് ഈസ് ഫുൾ ഓഫ് ലോജിക്കൽ ഫാലസീസ്. അത് ഒരു ആർക്കും ആൻസർ ചെയ്യാൻ കഴിയും. അടുത്തത് എന്താണ്? ദ വേർഡ് വിച്ച് മീൻസ് എക്സാക്ട് സെയിം. ഇതും നമ്മൾ പറഞ്ഞ ക്വസ്റ്റൻ ആണ്. വെർബാറ്റിം, വെർബിയേജ്, വെർബോസ്, അതായത് വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ അല്ലേ? അതാണ് വെർബാറ്റിം ആണ്. വെർബാറ്റിം വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ ആണെന്ത്? വാട്ട് എക്സ സെയിം ആണ് എന്ത്? വെർബാറ്റിം. വേർഡ് എക്സാക്ട്ലി ദ സെയിം വേ ആസ് were originally. She can recite the Bible, the Macbeth. She can recite the Gita verbatim, word for word. Verbiage അറിയാം, verbatim അറിയാം. ആൻസർ ഈസ് verbatim. അടുത്ത എന്താണ്? There is a new star on the horizon, not in the horizon. There is a new star on the horizon. Proposition question ആണ്. അതും എളുപ്പമാണ്, അതൊന്നും വലിയ പ്രയാസം ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ എലഫന്റ് ട്രംപാറ്റ്സ് ആർക്കറിയാം? എലഫന്റ് ട്രംപാറ്റ്സ്. സ്നേക്സ് ഹിസിങ് സൗണ്ട് ആണ്. ക്യാമൽസ് ഗ്രണ്ട് ആണ് അല്ലേ? ലയൺ റോർ ആണ്. അപ്പോൾ എന്താണ്? എലഫന്റ് ട്രംപാറ്റ്സ് ആണ്, അറിയാം. റസ്റ്റിക് ആർക്കും അറിയാം എന്താണ്? റൂറൽ അറിയാം. റൂറലുണ്ട്, 78 പാസ്റ്ററിലുണ്ട്. അപ്പോൾ അതാണ് റസ്റ്റിക് പ്ലേസ്. അപ്പോൾ അത് കൺഫ്യൂഷൻ വരും. റസ്റ്റിക്കിൻ്റെ എന്താണ്? റൂറലാണോ പാസ്റ്ററിലാണോ വരും. റസ്റ്റിക് മീൻസ് റൂറലാണ്. അത് ഏതാണ്? റസ്റ്റിക് മീൻസ് റൂറൽ ആണ് ശരി, പാസ്റ്റർ അല്ല. പാസ്റ്റർ എന്ന് പറഞ്ഞാൽ മേച്ചിൽ സ്ഥലമാണ്. റൂറൽ ഏർബൺ ആണ്. ഏർബൺ ആൻഡ് റൂറൽ ആണ്. അപ്പോൾ റൂറലാണ് കറക്റ്റ്. സംശയം വരും പാസ്റ്റർ അല്ലേന്ന്. ഇതെന്താണ്? റൂറൽ, ഗ്രാമീണമായ. റസ്റ്റിക് ലൈഫാണ്. പാസ്റ്ററൽ എന്ന് പറഞ്ഞാൽ മേച്ചിൽ സ്ഥലം ഉണ്ടാവും ഇവിടെ. അടുത്തത്, ചൂസ് ദ ഗ്രമാറ്റിക്കലി കറക്റ്റ് സെന്റൻസ്. നിങ്ങൾക്കറിയാം ആസ് വെൽ ആസ്. ദ വേർബ് അഗ്രീസ് വിത്ത് ദ പാർട്ട് ദാറ്റ് കംസ് ബിഫോർ ആസ് വെൽ ആസ് ആണ്. നമ്മൾ പറഞ്ഞ ക്വസ്റ്റൻ ആണ്, നമ്മൾ ചെയ്ത ക്വസ്റ്റൻ ആണ്. എന്താണ്? ദ ഓഡിറ്റോറിയം ആസ് വെൽ ആസ് ഇറ്റ്സ് പ്രിമൈസസ് വാസ് ക്രൗഡഡ് വിത്ത് പീപ്പിൾ. പാസീവ് ആണ്. വാസ് ക്രൗഡഡ് വിത്ത് പീപ്പിൾ ആണ്. ആൻസർ ഈസ് സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ എന്താണ്? വേർ ഇൻകറക്റ്റ് ആണ്. ഇവിടെ എന്താണ്? ആറാണ് ഇൻകറക്റ്റ്. ഇവിടെ എന്താണ്? ഇറ്റ്സ് പ്രമിസസ് ക്രൗഡഡ് ആണ്. ആൻസർ ഈസ് സി ഈസ് ദ കറക്റ്റ് ആൻസർ. റൈറ്റ്. എ തിങ് ദാറ്റ് കനോട്ട് ബി അവോയ്ഡഡ് ആർക്കും അറിയാം? ഇന്നവിറ്റബിൾ ആണ്. ദാറ്റ് കനോട്ട് ബി അവോയ്ഡഡ് ആണ് ഇന്നവിറ്റബിൾ. ക്രെഡിബിൾ ദാറ്റ് ക്യാൻ ബി ബിലീവ്ഡ് ആണ്. അവോയ്ഡബിൾ ഉണ്ട്. ദാറ്റ് കനോട്ട് ബി കറക്റ്റഡ് ആണ്. റിപ്പയർഡ് ആണ്. ഇറവക്കബിൾ. സോ ദിസ് ഓൾസോ എ ഈസി ക്വസ്റ്റ്യൻ.
അപ്പോൾ 60-70 മുതൽക്കുള്ള ചോദ്യങ്ങൾ പൊതുവെ എളുപ്പമായിരുന്നു കേട്ടില്ലേ. അപ്പം ഈ പാർട്ടിലെ മോഡേൺ ഇംഗ്ലീഷ് ഗ്രാമർ യൂസേജിലെ ക്വസ്റ്റ്യൻസൊക്കെ എളുപ്പമായിരുന്നു. വലിയ പ്രയാസമൊന്നും ആർക്കും ഉണ്ടാകുകയില്ല. വളരെ എളുപ്പമായി ആൻസർ ചെയ്യാൻ പറ്റും. അടുത്തത്, ഹൗ ഓഫൺ ഡു യു ഗോ ടു സിനിമ? ഇത് റിപ്പോർട്ട് ചെയ്യുമെന്ന് അറിയാം. ഹി ആസ്ക്ഡ് മീ ഹൗ ഓഫൺ ഐ വെൻറ്റ്. സിമ്പിൾ പ്രസൻസ് എന്തായി മാറും? സിമ്പിൾ പാസൻസ് ആയി മാറും. സിനിമ. ഹൗ ഓഫൺ ഐ വുഡ് ഗോ അല്ല, ഐ ഗോ ടു അല്ല, ഐ വെൻറ്റ്. ഐ ഗോ ബിക്കംസ് വെൻറ്റ്. സോ ആൻസർ ഈസ് എ ഈസ് ദ ആൻസർ. ഹൗ ഓഫൺ I went to the cinema. So A is the answer. Here answer is A. Any to his sister eternal disgrace, he betrayed his country. This is simple sentence ആണ്. Because it has one verb. ഇതെന്താക്കണം? ഒരു കോമ്പൗണ്ട് ആണ്. കോമ്പൗണ്ട് സെൻറ്റൻസ് ഹാസ് minimum two main clauses ആണ്. Betraying എന്നുള്ള പാർട്ടിസിപ്പിൾ ആണ്. ഇതിൽ സിമ്പിൾ സെൻസ് അല്ല. ഇത് സിമ്പിൾ സെൻസ്. കോമ്പൗണ്ട് സെൻസ്. ഈ ബിട്രേഡ് ഹിസ് കൺട്രി ആൻഡ് ദിസ് വാസ് ടു ഹിസ് എറ്റേണൽ ഡിസ്ഗ്രേസ്. ആൻഡ് എന്നുള്ള കൺജക്ഷൻ കാണാം. രണ്ട് ക്ലോസസ്. സോ സി ഈസ് ദ ആൻസർ. ആൻസർ ഈസ് ഡി ഈസ് ദ ആൻസർ. മൂന്നാമത്താണ് ശരി. ഡി ഈസ് ദ ആൻസർ. റൈറ്റ്. ഇനി ക്ലാമപ്പ് എന്നുള്ള ഫ്രേസൽ വേർബിൻ്റെ അർത്ഥം എന്താണ്? ടു റെഫ്യൂസ് ടു സ്പീക്ക് ആണ്. ക്ലാമപ്പ് മീൻസ് റെഫ്യൂസ് ടു സ്പീക്ക് ആണ്. Refuse to speak. So answer is B ആണ് ആൻസർ. Refuse to speak. Answer is B ആണ്. ഇത് ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. ക്ലാം അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? റെഫ്യൂസ് ടു. ക്വാളിറ്റി ഡേയും ക്ലാം അപ്പ് ഞാൻ പറഞ്ഞെന്താണ് നിങ്ങൾക്കറിയാം, ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല. അടുത്തെന്താണ്? Then they did not go to Vienna last week. ആർക്കും അറിയാം? Did they ആണ്. So answer is D ആണ് ആൻസർ. ഇത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ടാഗ് മസ്റ്റ് ബി പോസിറ്റീവ്. ഡിഡ് ദേ സാധാരണ ക്വസ്റ്റ്യൻ ആണ്. അടുത്തെന്താണ്? എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ് ആണ്. 85 ക്വസ്റ്റ്യൻ ഏതാണ്? 85 ആൻസർ എന്താണ്? എ ബേർഡ് ഇൻ ദ, ഇതാണ് ആൻസർ. സോ ആൻസർ ഈസ് സി ഈസ് ദ ആൻസർ. അതും എളുപ്പമാണ്. എ ബേർഡ് ഇൻ ദ നെസ്റ്റ്, ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ് എന്നാണ് പറയണം. എ ബേർഡാണ്. ഇൻ ദ ഹാൻഡ്, ഇൻ ദ ബുഷ്. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം. പ്രിപ്പോസിഷൻ കുഴപ്പമില്ല. വാട്ട് ആർ യു ലുക്കിംഗ് ആറ്റ്? ഓഫ്. സോ ആൻസർ ഈസ് എ ഈസ് ദ കറക്റ്റ് ആൻസർ. വാട്ട് ആർ യു ലുക്കിംഗ് ആറ്റ്? വാട്ട് യു തിങ്ക് അബൌട്ട് ചോദിക്കുക. ഓഫ്. ഷീ ഈസ് തിങ്കിങ് ഓഫ്. ഷീ തിങ്സ് ഓഫ്. നോക്ക്, ഐഡന്റിഫൈ ദ ക്ലോസ് ഇൻ ദ അബൌവ് സെന്റൻസ് ആണ്. ദാറ്റ് യു ഹാവ് കം pleases me. നിങ്ങൾക്കറിയാം, that you have come is a subordinate clause. It does the work of a subject. So it is a noun clause. Noun clause ആണ്. ഇതൊക്കെ നല്ല കൃത്യമായി നിങ്ങൾക്കറിയാം. നമ്മൾ പറഞ്ഞ എന്താണ്? That you have come pleases me. Right? So noun clause ആണ്. അതും എളുപ്പമുള്ള ചോദ്യമായിരുന്നു. പിന്നെ 88 സ്പീഡിൻ്റെ പാസൻസ് സ്പെഡ് ആണ്. ആൻസർ ഇസ് ഡി ആണ്. ഡി ഇസ് ദ ആൻസർ. സ്പീഡ്, സ്പെഡ്, സ്പെഡ് ആണ്. സ്പീഡ്, സ്പെഡ്, സ്പെഡ് ആണ്. സോറി, സ്പെഡ് കേട്ടില്ലേ? SPD സ്പെഡ് ആണ്. സ്പീഡ്, സ്പെഡ്, സ്പെഡ്. ഡി ഇസ് ദ ആൻസർ. ഡി ആണ്. അടുത്തത്, ടേക്ക് ദിസ് ആൻഡ് ഗിവ് ദാറ്റ്. ഈ സ്റ്റേറ്റ്മെന്റ് നോക്കണം. Take this, you take this and you give that ആണ്. So that is ഇവിടെ conjunction ആണ്. And is a conjunction. And is a conjunction ആണ്. ആർക്കും അറിയാം? ഈസി ക്വസ്റ്റ്യൻ ആണ്. എ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ് അത്. And is a conjunction. അടുത്തത്, I shall be obliged to go. Circumstances will oblige me to go ആണ്. ഇതും എളുപ്പമുള്ള ചോദ്യമാണ്. Circumstances will oblige me to go ആണ്. അപ്പോൾ ഈ ഏരിയയിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടേണ്ടതാണ്. ഒന്നോ രണ്ടോ മിസ്റ്റേക്സ് ആർക്കും വരാം. അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കുക. അത് എല്ലാവർക്കും അത് ഈ പാർട്ട് 70 to 90 പൊതുവെ നിങ്ങളെ കുഴക്കിയില്ല. എളുപ്പം ചോദ്യമാണ്. അത് ആൻസർ കിട്ടേണ്ടതാണ്. 70 to 90.
ദെൻ പൊതുവെ പ്രയാസം ഉണ്ടായിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ് അക്കോർഡിംഗ് ടു ക്രാഷനിൽ 2 ചോദ്യം. മോണിറ്റർ ഹൈപ്പോത്തീസിസ് നിങ്ങൾക്കറിയാം. മോണിറ്റർ ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞാൽ കറക്ഷൻ മോണിറ്റർ ചെയ്യണം. നിങ്ങൾ ലാംഗ്വേജ് എക്വയർ ചെയ്ത് ലേൺഡ് ഗ്രാമർ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ എന്ത് ചെയ്യുന്നു? കറക്റ്റിംഗ് അട്ടറൻസസ് യൂസ്ഡ് ബൈ ദ ലേൺഡ് ഗ്രാമർ റൂൾസ്. അതാണ് മോണിറ്റർ ഹൈപ്പോത്തീസിസ്. അത് ക്രാഷൻ്റെ ഹൈപ്പോത്തീസിസിൽ ഏതാണ് മോണിറ്റർ ഹൈപ്പോത്തീസിസ് മീൻസ് ലേൺഡ് ഗ്രാമർ എന്ത് ചെയ്യും? കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും കുട്ടിയുടെ. അതാണ് ആൻസർ ഈസ് ഡി ആണ്. നിങ്ങൾക്കറിയാം ഹൈപ്പോത്തീസിസ് അറിയാം, അക്വിസിഷൻ ഫിൽട്ടർ ഹൈപ്പോത്തീസിസ് അറിയാം, മോണിറ്റർ ഹൈപ്പോത്തീസിസ് അറിയാം, ഇൻപുട്ട് ഹൈപ്പോത്തീസിസ് അറിയാം, നേച്ചർ ഹൈപ്പോത്തീസിസ് അറിയാം. അടുത്തത് വിച്ച് മെത്തേഡ് ക്യുസിനർ റോഡ്സ് ആൻഡ് കളർ കോഡ് നിങ്ങൾക്കറിയാം സൈലന്റ് വേ ആണ്. ഗാലിബ് ഗാറ്റിംഗോയുടെ സൈലന്റ് വേ ആണ് ആൻസർ. ഇതാണ് വിച്ച് മെത്തേഡ് യൂസസ് ക്യുസേറിയൻ ആൻഡ് റോഡ്സ് ആൻഡ് കളർ കോഡ് പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ സൈലന്റ് വേ ആണ്, ഗാലിബ് ഗാറ്റിംഗിൻ്റെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എ ടെസ്റ്റ് ദാറ്റ് കൺസിസ്റ്റൻ്റ്ലി ഗിവ്സ് സിമിലർ. ഇതാണ് എ ടെസ്റ്റ് ദാറ്റ് ഗിവ്സ് കൺസിസ്റ്റൻ്റ്ലി സിമിലർ. എ ടെസ്റ്റ് ദാറ്റ് കൺസിസ്റ്റൻ്റ്ലി ഗിവ്സ് സിമിലർ റിസൾട്ട്സ്. ഏതാണ്? റിസൾട്ട്സ് അക്രോസ് അഡ്മിനിസ്ട്രേഷൻ ബട്ട് ഫെയിൽസ് ടു മെഷർ വാട്ട് ഇറ്റ് ക്ലെയിംസ് ടു മെഷർ. ഏതാണ്? അതായത് സിമിലർ റിസൾട്ട്സ് തരുന്നു, റിലയബിൾ ബട്ട് നോട്ട് വാലിഡ്. കണ്ടോ? ദ ടെസ്റ്റ് ഈസ് റിലയബിൾ, വാലിഡ് അല്ല, ബട്ട് നോട്ട് വാലിഡ്. ടെസ്റ്റ് ഈസ് റിലയബിൾ, റിസൾട്ട്സ് തരുന്നുണ്ട്, പക്ഷേ വാലിഡ് അല്ല. കാരണം എന്താണ്? ക്ലെയിംസ് ടു മെഷർ can be, it fails to measure what it claims, so reliable and not valid. Then 94 നോക്കുക. In the context of the NCF and KCF inclusive education is best understood as എന്താണ്? അതറിയാം, enabling every learner regardless of background, ability and participate meaningfully in the mainstream education. ഉണ്ടല്ലേ? ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ റീഡിംഗ് ദ എബിലിറ്റി ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫാക്ട് ആൻഡ് ഒപ്പീനിയൻ. ഏതാണ്? ഫാക്ട് ആൻഡ് ഒപ്പീനിയൻ ഈസ് ബെസ്റ്റ് ക്ലാസിഫൈഡ് ആസ് ക്രിട്ടിക്കൽ റീഡിംഗ് സബ് സ്കിൽ. ഇത് നിങ്ങൾക്ക് എളുപ്പമുള്ള ചോദ്യമാണ്. ക്രിട്ടിക്കൽ റീഡിംഗ് സബ് സ്കില്ലാണ്. ഇതും നിങ്ങളെ വലിയ വിഷമിപ്പിച്ചിട്ടുണ്ടാകുകയില്ല എന്ന് മനസ്സിലാക്കുന്നു. അടുത്തത് ദ ഫ്ലിപ്ഡ് ക്ലാസ് റൂം മോഡൽ ICT primarily benefits learner. നമുക്കറിയാം enabling self-paced engagement with content before class. ആൻസർ ഏതാണ്? enabling self-paced engagement with content before class ആണ്. അത് എളുപ്പമുള്ള ചോദ്യമാണ്. അടുത്തത് in prose teaching top down approach focuses on encouraging students to predict and infer using background knowledge. നോക്കുക. അടുത്തത് 98 ക്വസ്റ്റ്യൻ നോക്കുക. ഈ 2 ചോദ്യങ്ങളാണ്. ഇൻ ക്രാഷൻസ് ഇൻപുട്ട് ഹൈപ്പോത്തീസിസ് കോംപ്രിഹെൻസീവ് ഇൻപുട്ട് ഈസ് ഡിഫൈൻഡ് ആസ് കോംപ്രിഹെൻസിബിൾ ഇൻപുട്ട് ഡിഫൈൻഡ് ആസ് ഏതാണ്? ലാംഗ്വേജ് ഇൻപുട്ട് സ്ലൈറ്റ്ലി അബവ് ദ കറന്റ് ലെവൽ ഓഫ് കോമ്പിറ്റൻസ് ആണ്. ഇൻപുട്ട് ഹൈപ്പോത്തീസിസ് മീൻസ് ലാംഗ്വേജ് ഇൻപുട്ട് സ്ലൈറ്റ്ലി അബവ് ദ കറന്റ് ലെവൽ ഓഫ് കോമ്പിറ്റൻസ് ആണ്. ലാംഗ്വേജ് ഇൻപുട്ട് ദ ലേണേഴ്സ് അണ്ടർസ്റ്റാൻഡ് റിപ്പീറ്റ് അല്ല. Language input slightly above the current level of competence from level 1 ആണ്. പ്ലസ് the answer is B ആണ് ആൻസർ. അടുത്ത ചോദ്യം 99 ചോദ്യം ഇതാണ്. Which of the following test types is most suited for measuring inter-language development over time? ആരാണെങ്കിൽ പോർട്ട്ഫോളിയോ ബേസ്ഡ് അസസ്മെൻറ്റ്സ് ആണ്. ആൻസർ ഈസ് പോർട്ട്ഫോളിയോ, സമ്മേറ്റീവ് അല്ല, സ്റ്റാൻഡർഡൈസ്ഡ് അല്ല, പോർട്ട്ഫോളിയോ ബേസ്ഡ് സ്റ്റേറ്റ് അസസ്മെൻറ്റ്സ് ആണ്. ഇന്റർ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ലാസ്റ്റ് ക്വസ്റ്റൻ, യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് UDL ഫ്രെയിംവർക്ക് ഇൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂംസ് എയിംസ് ടു ഓഫർ മൾട്ടിപ്പിൾ മീൻസ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആൻഡ് എൻഗേജ്മെൻറ്റ്. ആൻസർ ഈസ് എ ആണ് കറക്റ്റ് ആൻസർ. കേട്ടില്ലേ? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ എളുപ്പത്തിൽ, അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസം വന്നത് പാർട്ട് എയിലാണ്. അതിലെ ചോദ്യങ്ങളാണ്.
മറ്റ് ചോദ്യങ്ങൾ, അതായത് 70 മുതൽ 61 മുതൽ 71 മുതൽക്ക് 80 വരെ ചോദ്യങ്ങളുണ്ട്. അതായത് ഗ്രാമർ, മോഡേൺ ഗ്രാമർ ആൻഡ് യൂസേജ് എളുപ്പമായിരുന്നു. ലിംഗ്വിസ്റ്റിക്സും ഫൊണോളജി എളുപ്പമായിരുന്നു. പിന്നെ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് 1-2 ചോദ്യം ചോദിച്ച് ബാക്കിയൊക്കെ എളുപ്പമായിരുന്നു. പിന്നെ പ്ലേയിലാണ് കുറച്ച് പ്രശ്നം വന്നത്. 3-4 ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവലായിരുന്നു. അതൊക്കെ വായിച്ച് കഴിഞ്ഞാൽ ആൻസർ ചെയ്യാവുന്നതായിരുന്നു. ഒരു പരീക്ഷ പൊതുവെ എളുപ്പമായിരുന്നു. നന്നായി പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, നന്നായി ശ്രദ്ധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മാർക്ക് അവർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഒരു അറ്റംപ്റ്റ് നോക്കിയാൽ മതി, ഒരു 80ഓളം അറ്റംപ്റ്റ് നിങ്ങൾക്ക് ശരിയായിരിക്കും. അതിൽ 1-2 ചോദ്യങ്ങൾ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ 3-4 ചോദ്യങ്ങൾ ചെറിയ മിസ്റ്റേക്സ് വരാം. സ്വാഭാവികമായും കട്ട് ഓഫ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 55 മുതൽ 60 വരെയുള്ള മാർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 55 to 60 ആയിരിക്കാം കട്ട് ഓഫ്, ഏകദേശം നമുക്ക് തോന്നുകയാണ്. കാരണം 20 മാർക്കിൽ പാർട്ട് എയിൽ കുറച്ച് ടഫായി എറിയുണ്ടായിരുന്നു. പൊതുവെ അത് അല്പം ടഫായിരുന്നു സാധാരണ. പക്ഷേ ഈസി, ആവറേജ്, ഡിഫിക്കൽട്ടാണ്. ചില പ്രധാനപ്പെട്ട കനോണിക്കൽ ടെസ്റ്റൊക്കെ വിട്ടുപോയി. അതാ. അപ്പോൾ ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, 55 മുതൽ 60 വരെയുള്ള കട്ട് ഓഫാണ് വരിക. പിന്നെ എത്ര നന്നായി പഠിച്ചാലും, എങ്ങനെയുള്ള ആളുകൾ പഠിച്ചാലും ചില ചോദ്യങ്ങൾ മിസ്റ്റേക്സ് പരീക്ഷയ്ക്ക് വരും. അത് സ്വാഭാവികമാണ്, നമ്മളൊക്കെ മനുഷ്യരല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാര്യം ചെയ്യുക, പഠിച്ചതിൻ്റെ ഫലവും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഭംഗി ആൻസർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പൊതുവെ വലിയ പ്രയാസമുള്ള ടെസ്റ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് നന്നായി ഇനിയും പരീക്ഷകൾ ധാരാളം വരാനുണ്ട്. പഠനം നിർത്തരുത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ കേരള റെനൈസൻസ് മനസ്സിലായിക്കൊണ്ടേയിരിക്കുക. ലിറ്ററേച്ചറും കൾച്ചറൽ സ്റ്റഡീസാണ്. ലിറ്ററേച്ചറും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററിയൊക്കെ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഗോ ഓൺ സ്റ്റഡി. കേട്ടില്ലേ? പരീക്ഷ എഴുതി എല്ലാവർക്കും, ഞങ്ങളോട് സാധിച്ച എല്ലാവർക്കും ഞങ്ങളുടെ പ്രൊഫ്സ്കെയിൽ ലേണിംഗ് ആപ്പിൻ്റെ വിജയാശംസകൾ ഒരിക്കൽ നേരുന്നു. ഇനി പഠനം തുടർന്നുകൊണ്ടേയിരിക്കുക. അടുത്ത് HST പരീക്ഷ വരാനുണ്ട്. കാരണം 2027 ധാരാളം റിട്ടയർമെൻറ്റ് വരാൻ ഉണ്ട് ആ സെക്കൻഡറി മേഖലയിൽ. അപ്പോൾ അവിടെയും പോസ്റ്റിങ്സ് വരും. PSC അതിൻ്റെ പോസ്റ്റിംഗായി തുടർന്നുകൊണ്ടേയിരിക്കും. പരീക്ഷകളുണ്ടാവും. നിങ്ങൾക്ക് ആൻസർ ഒക്കെ നന്നായിട്ട് ചെയ്യുക. ഇപ്പം ഒരു പരീക്ഷ കഴിഞ്ഞതാണ്. ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ ഏകദേശം കട്ട് ഓഫ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പം അങ്ങനെ ഒരു കട്ട് ഓഫ് എടുക്കുന്ന അർത്ഥമില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, കോൺസെപ്റ്റ് ക്ലിയറായി പഠിക്കുന്ന ആളുകൾക്ക് മാത്രമേ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയൂ. പഴയ പോലെ ടെക്നിക്ക് വെച്ചൊന്നും പഠിക്കാൻ പറ്റില്ല. കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു പ്ലേ ആണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് ഇനിയും പഠിച്ച് മുന്നോട്ട് വരാം. എല്ലാവിധ ആശംസ നടത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും സ്നേഹവും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. പ്രൊഫ്സ്കെയിലിൻ്റെ എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു വെരി മച്ച്.